ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട എഗ്ഗ് കട്ട്ലറ്റാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത്. ഉരുളക്കിഴങ്ങ് കൊണ്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് കോർണറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. പുഴുങ്ങാൻ വേണ്ടി കുറച്ച് വെള്ളവും ചേർത്ത് കുക്കറിലിട്ട് 2 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്താൽ മതി. ഇതിലേക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ ക്യാരറ്റ് പൊടിയായി അരിഞ്ഞെടുക്കണം. പിന്നെ 2 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ഇനി ഒരു സവാളയെ നമുക്കിതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കാം. തീരെ കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ 2 മുട്ട പുഴുങ്ങി തീരെ നേർത്തതായി അരിഞ്ഞെടുക്കണം. നമ്മൾ ഇവിടെ എല്ലാ വെജിറ്റബിൾസും അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ പുഴുങ്ങി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 അല്ലി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയും ആവശ്യമാണ്. ഇനി അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാരറ്റ് ചെറുതായി ഒന്ന് വഴന്നു വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം. ഇനി ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ 1 സ്പൂൺ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇനി നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് മാറ്റാം. അതിലേക്ക് ഇപ്പോൾ തയ്യാറാക്കിയ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന മുട്ട കൂടി ചേർക്കാം. ഒന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും നമ്മുടെ പാകത്തിന് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ അല്പം പോലും വെള്ളം ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് കയ്യിൽ വെച്ച് പരത്തി കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ആക്കിയെടുക്കണം.
ഷേപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഏത് ഷേപ്പിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് എല്ലാം ഇത്തരത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ നമുക്ക് 2 കാര്യങ്ങൾ കൂടി ആവശ്യമുണ്ട്. ബ്രെഡ് ക്രംസും 2 മുട്ടയും. ഈ 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ശേഷം ഒരു ബീറ്ററോ തവയോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇനി അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് ചൂടാക്കാം. അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായത്ര എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് ഓരോന്നായി എടുത്ത് കലക്കിയ മുട്ടയിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇത്തരത്തിൽ പുരട്ടിയ സാധനം ഫ്രൈ ചെയ്യാനായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. അതുപോലെ എണ്ണയിൽ കിടന്ന് ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് പാത്രത്തിലേക്ക് പകർന്നു മാറ്റാം. ഇത്തരത്തിൽ നമ്മൾ എല്ലാ കട്ട്ലറ്റും ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയായ ഈ കട്ട്ലറ്റ് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.